ഹായ് ഷാഹി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ OnePlusൻ്റെ വയർലെസ് എന്ന് പറഞ്ഞ ഒരു വയർലെസ് ഹെഡ്സെറ്റാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ 3 ദിവസമായി യൂസ് ചെയ്യുന്നത്, അതത്ര ഡേർട്ടി ആയിരിക്കുന്ന പെട്ടിയും. അപ്പോൾ നമുക്ക് നോക്കാം. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ നമ്മളെ സാംസങ്ങിൻ്റെ ലെവൽ യു ആണ് യൂസ് ചെയ്തിരുന്നത്. കുറേ ഒരു 3-4 കൊല്ലമായി അതാണ് യൂസ് ചെയ്യുന്നത്. ഗൾഫിൽ നിന്നൊക്കെ വാങ്ങി, പിന്നെ അത് കേട് വന്നു, പിന്നെ നാട്ടിൽ നിന്നും അത് തന്നെ വാങ്ങി. അപ്പോൾ അതിൽ നിന്ന് യൂസ് ചെയ്തിരുന്നത്. പെട്ടെന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ഒരു 3-4 ദിവസമായി, 4-5 ദിവസമായി കാണും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ ചാർജിങ് ആട്ടോ. ഒരു രക്ഷയില്ല ചാർജിങ്. റാപ്പ് ചാർജറിൻ്റെ ഫസ്റ്റ് സ്പെസിഫിക്കേഷൻ കണ്ടോ, 10 മിനിറ്റ് കൊണ്ട് 10 മണിക്കൂർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കണക്ഷനും ഡിസ്കണക്റ്റ് ആവുന്നതും കണക്റ്റ് ആവുന്നതും അതൊരു അടിപൊളി സംഭവമാണ്. അതൊക്കെ കാണിച്ചു തരാം. ലോങ് ബാറ്ററി ലൈഫാണ്, 20 മണിക്കൂർ വരെ ഫുൾ ചാർജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാഗ്നറ്റിക് കൺട്രോൾ കണ്ടില്ലേ, അതാണ് ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞാൽ. നമ്മൾ കാണിച്ചു തരാം തുറന്നിട്ട്. വാട്ടർ പ്രൂഫ്, സ്വെറ്റ് പ്രൂഫ്, അങ്ങനത്തെ വാട്ടർ പ്രൂഫ് അല്ല, വെള്ളത്തിലൊന്നും മുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തുറക്കാൻ പോവാണ്. ജസ്റ്റ് സിമ്പിളാണ്. പാക്കിങ് മാരകമാണ്. പാക്കിങ് കണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല കേട്ടോ മുന്നേ ഇങ്ങനൊരു ഹെഡ്സെറ്റ് ഇങ്ങനത്തെ പാക്കിങ്ങിലൊന്നും. ഇതാ അതിൻ്റെ മാഗ്നറ്റ് കണ്ടോ, ഇതാണ് അതിൻ്റെ മാഗ്നറ്റ്. നമുക്ക് എടുക്കാം. പിന്നെ അതാ ഇതിൽ ബെഡ് 2 സെറ്റ് ബെഡ്, അത് എനിക്ക് എൻ്റെ ഇയറിനനുസരിച്ച് സെറ്റാക്കിയതാണ്. 2 സെറ്റ് ഉണ്ട് കണ്ട. പിന്നെ യൂസർ മാനുവൽ സംഭവങ്ങളൊക്കെ സെറ്റാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പൊട്ടുമില്ലേ. ഇനി അടുത്തത് ഹെഡ്സെറ്റിൻ്റെ കണക്ഷൻ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ബ്ലൂടൂത്ത് തുറന്നിട്ട് ഇനി iOS ഡിവൈസ് ആയിക്കോട്ടെ, പിന്നെ ആൻഡ്രോയിഡ് ഡിവൈസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ ബ്ലൂടൂത്ത് തുറന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ആവും കിടക്കാം. ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് ഇതിങ്ങനെയാണ് തുറന്നിട്ട് ഈ മാഗ്നറ്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം കണക്ട് ചെയ്താൽ മതി. പിന്നെ ഇത് ബ്ലൂടൂത്ത് ഓണാണ്. ആ ഫോൺ കണക്ട് ചെയ്ത ഫോണിൽ ബ്ലൂടൂത്ത് ഓണാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് തുറന്നാൽ കണക്റ്റ് ആവും. ഇത് പൂട്ടിയാൽ പൂട്ടിക്കഴിഞ്ഞാൽ ഡിസ്കണക്റ്റും ആവും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കോള് വരികയാണെന്നുണ്ടെങ്കിൽ കോള് വന്നോട്ടെ, റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിത് തുറന്നിട്ട് ചെവിയിൽ വെച്ചിട്ട് ഈ സിമ്പിളൊരു സ്വിച്ച് ഉണ്ട്, ഇത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ കോള് നമുക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ മൈക്ക്. പിന്നെ വോളിയം കൂട്ടാനുള്ളത്, കുറയ്ക്കാനുള്ളത്. പിന്നെ ഇതെന്തോ കണക്ഷൻ്റെ എന്തോ സ്വിച്ചാണ്. ഞാൻ അതൊരു ഉപയോഗിച്ചിട്ടില്ല, നോക്കട്ടെ. OnePlusൻ്റെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി ആട്ടോ. ഇതാണ്ട ഭയങ്കര ബിൽഡ് ക്വാളിറ്റി. നമ്മളെ സാംസങ്ങിൻ്റെ ലെവൽ യൂനൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, ചാർജിങ്ങിൻ്റെ C പോർട്ടാണ്. ഇതാണ്ട C ആണ്, അതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ ചാർജ് ആകുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ എന്താ ഇപ്പോൾ പറയാനുള്ളത്, ഇനി പ്രൈസ് 2000, 1999, 2000 ആണ് ഇതിൻ്റെ പ്രൈസ്. ഈ പ്രൈസിന് വാല്യൂ ഫോർ മണിയാണെന്ന് എനിക്ക് തോന്നി. നല്ല സൗണ്ടും മൈക്കാണെങ്കിലും നല്ല മൈക്ക്. PUBG കളിക്കുമ്പോൾ ഒരു രക്ഷയില്ല. സറൗണ്ടിങ്ങിൽ നിന്നൊക്കെ വരുന്ന പോലെ സറൗണ്ടിങ്സൊക്കെ നല്ല അടിപൊളിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നല്ല അഭിപ്രായം എനിക്കിതിനെക്കുറിച്ച്. വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോഴും ആ പഴഞ്ചൻ എന്താ പറയുക വയർലെസ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ബാസ് എഡീഷനൊക്കെ ഉണ്ട്. റേറ്റ് ബാസ് എഡീഷൻ ഈ നോർമൽ എഡീഷനേക്കാളും വില കുറവാണ്. ബാസ് എഡീഷൻ ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി താങ്ക്സ് എ ലോട്ട്. പിന്നെ ഇന്ന് ഒരു സന്തോഷ വാർത്തയോടെ ഉണ്ട്. നമുക്ക് 1K ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ ദ സപ്പോർട്ട് ഗൈസ്.